ഇറാൻ ചരക്ക് കപ്പൽ ആക്രമിച്ച റിപ്പോർട്ടും പുറത്തു വന്നു. ഒമാന്റെ തീരത്തുള്ള ചരക്ക് കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. എന്നാൽ ആളപായവും കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിന് പ്രധാനമായ രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, ഓർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടോ ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഏതെങ്കിലും കപ്പൽ വന്നാൽ തങ്ങൾ ആക്രമിക്കും എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് സൂചന നൽകുക മാത്രമാണ് ചെയ്തത് എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള എല്ലാ കപ്പലുകൾക്കും ഈ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അതിൻ്റെ കപ്പൽ ഉടമസ്ഥർ അത് ബന്ധപ്പെട്ടവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മേഖല ഇപ്പോൾ അപകട മേഖലയാണ്, യുദ്ധഭൂമികയാണ്. അതുകൊണ്ട് ഹോർമുസ് കടലിൻ്റെ ഭാഗം ചേർന്നുകൊണ്ടോ ഓരം ചേർന്നുകൊണ്ടോ കപ്പൽ യാത്ര നടത്താൻ പാടില്ലെന്നും ചരക്ക് കപ്പലുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ഈ മേഖല ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഇറാൻ ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അബുദാബിയിലുള്ള ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചു. പാം ജുമേറ UAEയുടേത് വളരെ പ്രധാനപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നു. അൽദൈറ സൈനിക കേന്ദ്രം, അൽ ദഫ്ര സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി. അത് മിസൈൽ തകർക്കപ്പെട്ടു എന്നുള്ളതും മിസൈൽ പൊട്ടി താഴെ വീണിട്ട് തീപിടുത്തമുണ്ടായി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ബഹ്റൈനിലെ മനാമക്കടുത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ആക്രമണം. ഹൂറ ടവർ, അതിന് തീപിടുത്തം നടന്നിരിക്കുന്ന വിവരം ലഭിച്ചു. അത് ബഹ്റൈൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. കുവൈറ്റിലെ അലി അൽ സലാം അമേരിക്കയുടെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നു. കുവൈറ്റിലെ എയർപോർട്ട് കേന്ദ്രീകരിച്ചും ആക്രമണം നടന്നു. ഖത്തറിൽ അൽ ഉദൈദ കേന്ദ്രത്തിന് നേരെ 3-ലധികം തവണ ആക്രമണം നടത്തി എന്നുള്ളതാണ്. പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് 16 തവണ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഖത്തറിൽ തന്നെ വക്ര എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നു. സൗദി അറേബ്യയിലെ റിയാദ്, കിഴക്കൻ പ്രവിശ്യ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നു. ഇതിന് ഒഴിവായി നിന്നത് ഏറെക്കുറെ ഒമാനായിരുന്നു. ഒമാൻ്റെ കടൽ തീരം കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ആക്രമണം ഇപ്പോഴും നടന്നു വരുന്നു എന്നാണ് പറയപ്പെടുന്നത്, ആ മേഖല എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ ഈ വിഷയത്തെ സൗദി അറേബ്യ അപലപിച്ചിട്ടുണ്ട്. ഇറാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അക്രമം അവസാനിപ്പിക്കണമെന്ന് പറയപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ യാതൊരു ന്യായീകരണവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നത്. അറേബ്യന് ഉച്ചകോടി ഒരു പക്ഷേ കൂടാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. അപ്പോൾ ഏകീകൃതപരമായിരിക്കുന്ന ഒരു പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത്, പ്രതിരോധം എന്ന് പറയുന്ന സമയത്ത് ആക്രമിക്കുകയല്ല, രാജ്യത്തേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ ഊന്നിയിരിക്കുന്ന ചില ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ രാത്രി നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു. സൗദി അറേബ്യയും ഒമാനും തമ്മിൽ ഒരിക്കലും നല്ല സൗഹൃദ ബന്ധത്തിലല്ല. ഈ ഏകീകൃത കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യമായ രീതിയിൽ അവർ തെറ്റുന്നത്. ഏകീകൃത കറൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 6 അറബ് രാജ്യങ്ങൾ സംയുക്തമായി തീരുമാനിക്കുകയും അത് ഏറെക്കുറെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ ആസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സൗദിയും ഒമാനും തമ്മിൽ പ്രശ്നമുണ്ടായി. സൗദി അറേബ്യയിലെ റിയാദ് വേണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ഒമാൻ്റെ തലസ്ഥാനമായ സലാല വേണമെന്ന് അവരും പറഞ്ഞു. അതോട് കൂടിയിട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അത് പിരിയുകയാണ് ചെയ്തത്. പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല. ഈ കറൻസികളെല്ലാം ഒന്നുകിൽ യൂറോയിലോ അല്ലെങ്കിൽ ഡോളറിലോ തന്നെയാണ് കൂടുതലും പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട വിനിമയം നടത്തുന്നത് എന്ന റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വന്നത്. പിന്നെ അവരവരുടെ രാജ്യത്തിലെ കറൻസി വെച്ചുകൊണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു ലക്ഷ്യം കാണാത്ത രീതിയിലുള്ള ആക്രമ പരമ്പര തന്നെ നടത്തുന്നു. അഥവാ ആയത്തുള്ള അലി ഖംനിയുടെ വധം വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസത്തിൽ ഇറാനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിക്കണം, ആരോട് യുദ്ധം ചെയ്യണം, ആരെ ആക്രമിക്കരുത് എന്നുള്ള ആ മതിൽക്കെട്ടുകളൊക്കെ തകർന്നു പോയിരിക്കുന്നു. അപ്പോൾ മാത്രമല്ല കൃത്യമായിരിക്കുന്ന നേതൃത്വം കൊടുക്കാനുള്ള സംവിധാനത്തിൽ ഈ ഇളവുകൾ വന്നിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരോ സെക്ഷനും ഓരോരോ വിഭാഗത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവരാണ് അത് തീരുമാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അതല്ല നേതൃസ്ഥാനത്തിൻ്റെ ഉത്തരവ് പ്രകാരമുള്ള യുദ്ധമല്ല നടക്കുന്നത് എന്നതിനാൽ നിയന്ത്രണമില്ലാത്ത തരത്തിലുള്ള ആക്രമണത്തിൻ്റെ പെരുമയ ഈ മേഖല കേന്ദ്രീകരിച്ച്, അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇസ്രായേലിൻ്റെ 4 ഭാഗം വളഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്നത്തെ ഉച്ചയോടനുബന്ധിച്ച് നടന്നത് എന്നുള്ളതാണ്. അതായത് തന്ത്രപ്രധാനമായിരിക്കുന്ന എല്ലാ നഗരങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മർമ്മപ്രധാനമായിരിക്കുന്ന എല്ലാ മേഖലയും ആക്രമിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മരണങ്ങളും നാശനഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്നിട്ടില്ല എന്നുള്ളതാണ്. 2 ബിൽഡിംഗ് അപ്പാടെ തന്നെ ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലും അടിഭാഗത്തും മിസൈൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ്.
മറ്റൊരു അതിനോട് ചേർന്നുള്ള മറ്റൊരു ബിൽഡിങ്ങിൻ്റെ മധ്യഭാഗത്ത് മിസൈൽ വീണു. 2 ബിൽഡിങ്ങുകൾ ഒരേ സമയത്ത് തന്നെ പൊട്ടിത്തകർന്ന് നിലം പൊത്തുന്ന കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. ചില വീഡിയോകളൊക്കെ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ വലിയ കടുത്ത നിയന്ത്രണമാണ്. ഒരു കാര്യങ്ങളും പുറത്ത് വിടാൻ വേണ്ടി പാടില്ല. അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്തുന്നതാണ് എന്ന റിപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക, മറ്റു രാജ്യത്തിന് അത് കൊടുക്കുക, കൈമാറ്റം ചെയ്യുക. ഇതൊരു കാരണവും ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. രാജ്യ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് നേരെയുള്ള എല്ലാ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട സർക്കാരാണ്. സർക്കാർ അത് സമയബന്ധിതമായി അവസരോചിതമായിട്ട് പ്രതികരിക്കും. അതിൽ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ അതിൽ ഇടപെടാൻ പാടില്ല എന്ന് കർക്കശമായിരിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഏതായിരുന്നാലും യുദ്ധം അതിൻ്റെ സർവ്വ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെയും മറ്റ് മേഖല കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഇസ്രായേലിൽ നിന്ന് തിരിച്ച് ഇറാനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് വലിയ രീതിയിലുള്ള ഇളവ് വന്നിട്ടുണ്ട്, നിയന്ത്രണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേതാണ് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് എന്നതിനെപ്പറ്റി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ മിസൈലിൻ്റെ തുരുതുരാ ഉള്ള പ്രവാഹം ഇസ്രായേലിലേക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.